കണ്ടില്ല. ദാ ഇപ്പം കണ്ടതേ ഉള്ളൂ. ഈ ചെടിയുടെ ഇടയ്ക്ക് കണ്ടില്ലേ, ടെറസിൻ്റെ മുകളിലാണ് പടർന്ന് കിടന്നിട്ട് ആ ചെടിയുടെ ഇടയ്ക്ക് കാണത്തില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ വെറുതെ വന്നപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആ ചെടിയൊന്ന് മാറ്റി, വള്ളിയൊന്ന് മാറ്റിയപ്പോഴത്തേക്ക് കണ്ട്. സൂപ്പറായിട്ട് പഴുത്ത്, കിളികളും കണ്ടില്ല. അതെ, ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടാ, അതെങ്ങനെയാണ് നിന്നത് ഞാൻ കണ്ടില്ല. ഞാൻ വള്ളി ഇങ്ങനെ മാറ്റിയപ്പോഴത്തേക്ക് കണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടതാണ്. അവിടെ ഇങ്ങനെ കിടക്കണോണ്ട് കാണാൻ പറ്റില്ല എളുപ്പം. അപ്പോൾ എൻ്റെ പഴുത്ത പേരയ്ക്ക് എങ്ങനെയുണ്ട്? ദേ പിഞ്ചൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതേ ഇങ്ങനെയാണ് ആ പേരയ്ക്ക് നിപ്പ്. ദേ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ആ പഴുത്ത പേരയ്ക്ക പറിച്ചാലോ? രണ്ടും ഒന്നിനൊന്ന് മെച്ചം, നല്ല വലിപ്പമുള്ള പേരയ്ക്ക. അപ്പോൾ നമുക്കത് പറിച്ചാലോ? ഹായ്, എന്ത് സൂപ്പറല്ലേ. അതും കൂടെ പറിക്കാം അല്ലേ? ദേ സൂപ്പർ. ഇതുപോലെ കയ്യെത്തുന്ന ദൂരത്ത് വേണം എല്ലാ ഫ്രൂട്ട്സും. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ച് കേട്ടാ. വീട്ടിന് ചുറ്റിനും പേരയും റംബുട്ടാനും ടെറസിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പറിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ പഴുത്ത്. വലിയ പേരയാണ്, അതിൻ്റെ മണ്ടയിൽ കാണും, ഇടയ്ക്കൊക്കെ കാണും ഇതുപോലെ ഇഷ്ടം പോലെ. ഒക്കെ കിളികൾ തിന്ന് താഴെ ഇടുമ്പോഴാണ് അറിയണത്. സൂപ്പർ പേരയ്ക്ക. ഇത് വിത്ത് പാകി മുളപ്പിച്ച് നട്ടതാണ് കേട്ടോ. വാങ്ങിച്ച് തിന്നതിൻ്റെ വിത്ത് പാകി മുളപ്പിച്ച് നട്ടതാണ്. എപ്പോഴും കായുണ്ട്, പേരയ്ക്ക എപ്പോഴും കിട്ടും. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ പേരയ്ക്ക? ഓക്കെ, താങ്ക് യു.